പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. RSSൻ്റെ ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്ന മോഹൻദാസ് ഈയിടെ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ സ്ത്രീ അധിക്ഷേപം നടത്തുകയും കലാപത്തിന് ആഹ്വാനം നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭരണ സംവിധാനം, നിയമപാലന സംവിധാനം അദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യമായി പറയാൻ. ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. നേരത്തെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ കേൾക്കണം. ഹിന്ദു സമൂഹം തെരുവിലിറങ്ങണമെന്നും അവർ തെരുവിൽ കലാപം നടത്തണമെന്നും പരസ്യമായി ആഹ്വാനം നടത്തിയ TG മോഹൻദാസിനെ നമുക്ക് പരിചയമുണ്ട്. ഇതായി ഈ വീഡിയോ കണ്ടു നോക്കൂ. ഒരു കാര്യം കളങ്കരഹിതമായിട്ട് ഞാൻ പറയുകയാണ്, തെരുവിൽ കലാപം നടത്താതെ ഹിന്ദുവിന് നീതി കിട്ടുകയില്ല. തെരുവിൽ കലാപം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങി നടക്കും. ഇതിൽ ഒതുങ്ങുന്നതല്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ യുവാക്കൾ നടത്തിയ പ്രതിഷേധത്തെ സംബന്ധിച്ച് പറഞ്ഞത് പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലണം, 4 മണിക്കൂർ കൊണ്ട് അവരൊക്കെ തുടച്ചു നീക്കണം എന്നാണ്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോല്ല ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. പരസ്യമായി ആളെ കൊല്ലാൻ ആഹ്വാനം നടത്തുന്ന ഈ ക്രിമിനലിനെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്ന് ഭരണകൂടം വ്യക്തമാക്കേണ്ടതുണ്ട്. കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിക്കുമ്പോൾ പോലും കേസെടുക്കുന്ന, ഹാസ്യപരിപാടികൾക്കെതിരെ കേസെടുക്കുന്ന നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് അത്യന്തം അപകടകരമായ വർഗീയത പ്രചരിപ്പിച്ച ഇയാൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത്? ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. ഒരു ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതികളുള്ള, പക്ഷേ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി, രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും, ഡിങ്കിടി ഡിങ്ക് ഡിങ്ക് ഡിങ് ഡിങ് എന്ന് പറഞ്ഞ് തുടങ്ങും. നമ്മുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ ബലാത്സംഗം ആഗ്രഹിക്കുന്നുവെന്നും അവിടെ കൂട്ടബലാത്സംഗം നടക്കുമെന്നും അതിൽ പരാതിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ എത്രമാത്രം വൃത്തികെട്ട ഭാഷയിലാണ് അയാൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്തത്? ഗൗരവതരത്തിൽ ഈ ചോദ്യം നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. ഭരണകൂടം ഉദാസീനത വെടിഞ്ഞ് വർഗീയത പറയുന്ന, കലാപത്തിന് ആഹ്വാനം നടത്തുന്ന, ഈ വർഗീയത പ്രചരിപ്പിക്കുന്ന ഇയാൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് കേരളത്തിന് ആവശ്യപ്പെടാനുള്ളത്.